നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ഇന്നത്തെ ആദ്യത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. എന്റെ സ്ഥലത്തിന്റെ റോഡിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്ത് 18 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവുമുള്ള മതിലിന്റെ അറ്റത്ത് ഒരു തൂണുണ്ട്. എന്റെ അയൽവാസി 10 ഇഞ്ച് തൂൺ ചെറുതാക്കി അയാളുടെ സ്ഥലത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ എന്റെ അതിരിനോട് ചേർന്ന് 2 തെങ്ങുകൾ ഉണ്ടായിരുന്നു. അയാൾ ആ തെങ്ങുകളുടെ വേരുകൾ വെട്ടിമാറ്റി അതിന്റെ ഫലമായി ഒരു തെങ്ങ് അകത്തേക്ക് ചരിഞ്ഞു പോകുകയും ചെയ്തു. എന്നാൽ മറ്റൊരു തെങ്ങിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. എന്നാൽ അധികം താമസിയാതെ അദ്ദേഹം ആ തെങ്ങുകൾക്ക് മരുന്ന് നൽകുകയും ഉണക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അയൽവാസി എന്റെ മുറ്റത്തുള്ള തെങ്ങ് അപകടകാരിയാണ് എന്നും വെട്ടിമാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ പൈസ മുടക്കി തെങ്ങ് വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയുടെ സ്ലാബ് മതിലിൽ എടുത്തുമാറ്റി പകരം തകിട് മറ ഉണ്ടാക്കുകയും ചെയ്തു. അയൽവാസി തകിട് മതിലിനോട് ചേർന്ന് 4 ഇഞ്ച് കോൺക്രീറ്റ് എന്റെ പറമ്പിലിടുകയും ചെയ്തിട്ടുണ്ട്. ഞാനും ഭാര്യയും പ്രായം ചെന്നവരാണ്. നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമുണ്ട്. ഈ അയൽവാസി ഇതെല്ലാം ചെയ്യുന്നത് രാത്രിയിലാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കുവാൻ സാധിക്കുമോ? എന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി ചെയ്യേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താക്കൾ പ്രായമേറിയവരാണ്. എന്നാൽ തങ്ങളുടെ സ്വൈര്യമായ ജീവിതത്തിനോ വിഘാതം സൃഷ്ടിക്കാൻ ആർക്കും അധികാരമില്ല. ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിച്ച് അയൽവാസികളുടെ തങ്ങളുടെ വീട്ടിലേക്കുള്ള അതിക്രമിച്ചു കയറ്റവും തങ്ങളുടെ വീട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നതിനുമെതിരെ അല്ലെങ്കിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് ഒരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിക്കാൻ കഴിയും. കോടതി ഒരു ഇൻജങ്ഷൻ ഉത്തരവ് പ്രകാരം അയൽവാസികളെ ഇതിൽ നിന്നും വിലക്കി കഴിഞ്ഞാൽ പിന്നീട് അയൽവാസികൾ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ തുടർന്നാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതിർത്തി പുനർനിർണയിച്ച് കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനും ഒരു ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി എന്ന രീതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് ഒരു ഹർജി ഫയൽ ചെയ്തും തങ്ങളുടെ അതിരുകൾ കൃത്യമായി നിർണയിച്ചു കിട്ടുവാനും സാധിക്കും. ഇവിടത്തെ വിഷയത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് സമീപത്തുള്ള അല്ലെങ്കിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മുൻസിഫ് കോടതിയെ സമീപിച്ച് എതിർകക്ഷികളുടെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഇത്തരത്തിലുള്ള കയ്യേറ്റത്തിൽ നിന്നും ഒരു ഇൻജങ്ഷൻ ഉത്തരവ് അവരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യകർത്താക്കൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയും തങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് രേഖകൾ കാണിച്ച് തെളിയിക്കുകയും ചെയ്താൽ അവർക്ക് ഇക്കാര്യത്തിൽ സൗജന്യമായി നിയമസഹായവും ലഭ്യമാകുന്നതാണ്. ഇനി രണ്ടാമത്തെ പരാതി. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ആര്യാട് നിന്നും മഞ്ജു ആണ് പരാതിക്കാരി. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ എറണാകുളത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 2026 ഏപ്രിൽ 17 തീയതി രാവിലെ 10 മണിക്ക് എന്നെ ഫോണിൽ വിളിക്കുകയും ഞാൻ പഴയ കസ്റ്റമറാണ് എന്നും ആയതിനാൽ തന്നെ ഒരു ഓഫർ ഉണ്ട് എന്നും താങ്കൾക്ക് 1.5 ലക്ഷം രൂപയോളം പാസ്സായിട്ടുണ്ട് എന്നും പറയുകയുണ്ടായി. തുടർന്ന് അവർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ ഞാൻ വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ എന്റെ വീട്ടിൽ അന്വേഷണത്തിന് വരികയും 6610 രൂപ ഈ സ്ഥാപനത്തിൽ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുകയും ചെയ്തു. എന്നാൽ ഇത്ര ദിവസമായിട്ടും ഇക്കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് എറണാകുളം ഓഫീസിൽ ഞാൻ വിളിക്കുകയും ചെയ്തു. അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെയായിട്ട് വിളിച്ചിട്ടുമില്ല. ആയതിനാൽ അവർ വാഗ്ദാനം ചെയ്ത ഈ തുക ലഭിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ടോ? ഈ പരാതിയിൽ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരിക്ക് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക വായ്പ ലഭിക്കാൻ അർഹതയുണ്ട് എന്നും അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് പരാതിക്കാരി അത് നൽകുകയും കൂടാതെ 6610 രൂപ അടയ്ക്കാനും ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെട്ടു. എന്നാൽ പരാതിക്കാരി തുക നൽകിയോ എന്ന് കത്തിൽ നിന്ന് വ്യക്തമല്ല. നൽകിയിട്ടില്ല എങ്കിൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. വായ്പ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ഥാപനം തന്നെയാണ്. ഇനി ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെട്ട തുക നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ തുക തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ
പൈസ നൽകിയിട്ടും സ്ഥാപനം വാഗ്ദാനം ചെയ്ത സേവനം ലഭിച്ചില്ല എങ്കിൽ അത് വഞ്ചനാ കുറ്റമാണ്. അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം എന്നാണ് നിയമവേദി ഇക്കാര്യത്തെക്കുറിച്ച് നിയമോപദേശം തേടിയപ്പോൾ ലഭിച്ച മറുപടി. ഇനി അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഏതാനും ആഴ്ചകൾ മുമ്പ് നിയമവേദിയിൽ ലിസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നതായി കേട്ടു. ഞാനും 2006 ലിസ് എന്ന സ്ഥാപനത്തിൽ 10,000 രൂപയോളം അടച്ചിരുന്നു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലിസിൽ ഞാൻ അടച്ച തുക തിരിച്ചു കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് നിരവധി കത്തുകൾ ഇതിനു മുൻപും നിയമവേദിയിൽ വന്നിട്ടുണ്ട്. അതിന് നിയമവേദി നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും നൽകാനുള്ളത്. നിലവിൽ ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കോടതി സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഷിറാസ്, അഡ്വക്കേറ്റ് R സുധീർ, അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് സെറ്റിൽമെന്റ് ഓഫീസർമാർ. ഇവരുടെ ഫോൺ നമ്പറുകൾ ഹൈക്കോടതി ഓഫീസിലോ ഹൈക്കോടതി ബാർ അസോസിയേഷനിലോ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. പരാതിക്കാരൻ കയ്യിലുള്ള രേഖകൾ സഹിതം സെറ്റിൽമെന്റ് ഓഫീസർമാരെ കാണുക. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരൻ്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ടുപോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത് നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തുകളയാൻ പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമല്ല, നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ, ഒളിച്ചോടാൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്. അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ vs സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം: അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത് മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തു സൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബർസെ vs സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്. അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു പ്രധാന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് കോടതിയിലേക്ക് എത്താൻ വേണ്ട യാത്രാ സമയമായ 24 മണിക്കൂറിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. അതായത് അനാവശ്യമായി പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് മെഡിക്കൽ പരിശോധന ലഭിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യ പരിശോധന നടത്തണം. ശരീരത്തിൽ പരിക്കുണ്ടോ, കസ്റ്റഡിയിൽ പീഡനം നടന്നിട്ടുണ്ടോ എന്നിവ പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ വ്യക്തി ആവശ്യപ്പെട്ട ഡോക്ടറെ പരിശോധന അനുവദിക്കണം. ഈ പരിശോധനയുടെ രേഖകൾ സൂക്ഷിക്കണം, കാരണം പിന്നീട് അത് തെളിവായി ഉപയോഗപ്പെടും. ഇനി ഈ മുഴുവൻ അവകാശങ്ങളും കൂടുതലും ശക്തമായി ഉറപ്പാക്കുന്നതാണ് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസ്. ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതിലെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ പേര്, പദവി എന്നിവ വ്യക്തമാക്കണം. അറസ്റ്റിൻ്റെ സമയം, സ്ഥലം രേഖപ്പെടുത്തണം. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഇതിൽ സാക്ഷികളുടെ ഒപ്പ് വേണം. ബന്ധുക്കളെ ഉടൻ അറിയിക്കണം. കസ്റ്റഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അഭിഭാഷകനെ കാണാനുള്ള അവസരം നൽകണം. മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണം. ഇതെല്ലാം രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും വേണം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പോലീസിൻ്റെ അധികാര ദുരുപയോഗം തടയുക എന്നതാണ്. കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. അതായത് അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല. നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്. അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടാൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വെച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെച്ചിരിക്കണം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.